അൽഹംദുലില്ലാ അൽഹംദുലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له واشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون صدق الله العلي العظيم وقال رسول الله صلى الله عليه وسلم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة أشرف الورى وها رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وعلم أمة محمد صلى الله عليه وسلم لا حول ജീവിതമെപ്പോഴും സ്ഥിര അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ ലാ ഹൗല ജീവിതമെപ്പോഴും സ്ഥിര അതിലൊരു ശക്കുമില്ലൊരിക്കലും ചിട്ട തെറ്റിപ്പോകരുതേ അലസതയാലൊഴിക്കരുതേ ഏറ്റവും സ്നേഹ ബഹുമാനാദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാര്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഗ്രഹീതമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മളുടെ എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, എല്ലാറ്റിലും ഉപരി പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെ വഴികളിൽ നമുക്ക് താങ്ങും തണലുമായി നിന്ന അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ വഴികാട്ടികൾ, മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്തും മഗ്ഫിറത്തും അവൻ്റെ മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും പടച്ചത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ,
നിങ്ങളെ നാം വെറുതെയാണ് സൃഷ്ടിച്ചതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, നിങ്ങളെങ്ങനെ ധരിക്കുന്നുണ്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ ഈ പാതിരാത്രി അനുഗ്രഹീതമായ മജ്ലിസിൽ ഒരുമിച്ച് കൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന രണ്ട് കാലുള്ള മനുഷ്യരായ എന്നെയും നിങ്ങളെയും അല്ലാഹു ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതിനെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പുരാതന കാലത്തെ പാതിരിയുടെയും പുരോഗമന കാലത്തെ പ്രാകൃതന്റെയും മനോനുകരിയത്തിലേക്ക് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിക്കൊണ്ട് ഇറാ ഗുഹരത്തിന്റെ അന്തരീക്ഷത്തെ പോലും കീറിമറിച്ചുകൊണ്ട് മഹാനായ മുഖറബുൽ അംലാക്ക് മലക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഓതി കേൾപ്പിച്ച ആഗോള സംസ്കാര സംശുദ്ധ സിദ്ധാന്തം വിളിച്ചോതുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ, ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്ന രണ്ട് കാലുള്ള മനുഷ്യരായ എന്നെയും നിങ്ങളെയും ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചതിനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറയുന്നു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന വർഗത്തെ ഈ ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത് ഞാൻ എന്നെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുമ്പോൾ പാതിരാത്രി കടന്നു വന്നവര് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാൻ നിങ്ങളും കടന്നു പോകുന്ന സമയമുണ്ടല്ലോ എൻ്റെ പ്രിയമുള്ളവര്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പറയാൻ പറ്റൂല. ഏതു രൂപത്തിലാണ് ഈ ദുനിയാവിൽ നിന്ന് ഞാനും നിങ്ങളും വിട പറയുന്നതെന്ന് പറയാൻ കഴിയൂല. എങ്ങനെയായാലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മൾ കടന്നു വരുമല്ലോ. അല്ലാ പരലോകത്ത് കടന്നു വരുമ്പോൾ അടിമയോട് ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് എന്തെന്നറിയോ? ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട സ്വഹാബ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ജനങ്ങൾ കടന്നു വരുമ്പോൾ ആദ്യമായി അല്ലാഹു ചോദിക്കുന്നത് എന്തെന്നറിയോ? അസ്സലാ, നിസ്കാരത്തെ പറ്റിയാണ് അല്ലാഹു ചോദിക്കുന്നത്. നമസ്കാരത്തെ പറ്റിയാണ് അല്ലാഹു ചോദിക്കുന്നത്. പാതിരാത്രി കടന്നു വന്നവര് ഞാനും നിങ്ങളും എന്താണ് പടച്ച റബ്ബിന്റെ മുന്നിൽ മറുപടി പറയുക? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയുകയാണ്, രണ്ട് മരുന്ന് റസൂലുള്ള അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവര്, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയം തുരുമ്പ് പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അത് മാറ്റാൻ വല്ല മരുന്നുണ്ടോ നബിയേ? അത് മാറ്റാൻ വല്ല മരുന്നുണ്ടോ നബിയേ? റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, അത് മാറ്റാൻ രണ്ട് മരുന്നുണ്ട് സ്വഹാബ. എന്നിട്ട് പൊന്നാര നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഇതിലൊന്നാമത്തെ മരുന്നെന്തെന്നറിയോ? ദിക്റുൽ മൗതി. നിങ്ങൾ മരണത്തെ ഓർക്കണേ, എപ്പോഴും നമ്മൾ മരണത്തെ ഓർക്കണേ എന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഞാനും നിങ്ങളും നമ്മൾ എപ്പോഴാണ് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോവുകയെന്ന് പറയാൻ പറ്റൂല. നമ്മുടെ കൺമുമ്പിൽ കണ്ട പലരും പ്രിയപ്പെട്ടവര് ഇന്നു പള്ളിപ്പറമ്പിൽ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് ആദരവാകുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, സഹാബാ വതിലാവത്തുൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതണേ. ഖുർആൻ ഓതാനുള്ള സമയം കണ്ടെത്തണ്. പാതിരാത്രി കടന്നു വന്നവര് ഇന്ന് ഖുർആൻ ഓതാൻ പോലും സമയമില്ല. നിസ്കാരത്തിന്റെ കാര്യത്തിൽ പോലും അലസന്മാരായി മാറിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്നാൽ അള്ളാഹുവിന്റെ മഹാന്മാരുണ്ടായിരുന്നു, അവർ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു. എന്റെ പ്രിയമുള്ളവര്, അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് അതിനോട് ആനന്ദം കണ്ടെത്തിയ മഹാന്മാരുണ്ടായിരുന്നില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഖുർആൻ ഒന്ന് എടുത്തു നോക്കാറുണ്ടോ? നമുക്കതിനുള്ള സമയമില്ല. എന്നാൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചത് രണ്ട് മരുന്നില്. രണ്ടാമത്തെ കാര്യം തിലാവത്തുൽ ഖുർആൻ. എന്റെ പ്രിയമുള്ളവര്, മഹാനായ റബീഅത്ത് ഇബ്നു അസ്ം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ നാളെ സ്വർഗത്തിലുള്ള ഒരു ഭാര്യയെയും ഭർത്താവിനെയും പറ്റി പറയുന്നതുണ്ടല്ലോ. നാളെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവിന്റെയും കുടുംബ ജീവിതത്തെ പറ്റി കേൾക്കുമ്പോ റബീഅത്ത് ഇബ്നു അസ്ം റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ആഗ്രഹം വരികയാ. അവിടുന്ന് അല്ലാഹുവോട് പറഞ്ഞു, എന്റെ സ്വർഗത്തിലെ മണവാട്ടി ആരാണെന്ന് എനിക്ക് കാണിച്ചു തരണം റബ്ബേ. റബിയ അവിടുന്ന് അങ്ങ് ദുആ ചെയ്യുകയാണ്. പാതിരാത്രി കടന്നു വന്നവരെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല റബീഅത്ത് ഇബ്നു അസ്ം റളിയല്ലാഹു തആല അൻഹു കിടന്നുറങ്ങുമ്പോ അല്ലാഹു പറഞ്ഞു കൊടുത്തു, റബീഅ, നിങ്ങൾ സ്വർഗത്തിലെ മണവാട്ടി ആരാണെന്നറിയണ്ടേ? ബീവി മൈമൂനത്തുൽ മിസ്രിയ. മിസ്രിലുള്ള മൈമൂന എന്ന പെണ്ണുണ്ട് റബിയ. ആ പെണ്ണാണ് നിങ്ങളെ സ്വർഗത്തിലെ മണവാട്ടി. റബീഅ റളിയല്ലാഹു തആല അൻഹു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് മിസ്രിലേക്ക് കടന്നു ചെല്ലുകയാ. മിസ്രിലേക്ക് കടന്നു ചെല്ലുകയാ. ജനങ്ങൾ മുഴുവനും അത്ഭുതത്തോടുകൂടെ അതാ ഒരുമിച്ച് കൂടുകയാണ്. അവിടുന്ന് ചോദിച്ചു, തങ്ങള് എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയാം. തങ്ങള് ലോകമറിയുന്ന പണ്ഡിതനാണ് റബീഅ, ലോകമറിയുന്ന പണ്ഡിതനായിരുന്നു. ജനങ്ങൾ വന്നിട്ട് അവിടുന്ന് പറഞ്ഞു, റബീഅ, എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളോട് പറയണേ എന്ന് പറഞ്ഞപ്പോ റബീഅ പറഞ്ഞു, ഈ നാട്ടിൽ മൈമൂന എന്ന പേരുള്ള പെണ്ണുണ്ടോ? ജനങ്ങൾ പറഞ്ഞു, തങ്ങള് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ തങ്ങള്, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ തങ്ങള്. ജനങ്ങളതാ ചെറിയ ഗ്രാമത്തിലൂടെ ഇങ്ങനെ അതാ നടക്കാൻ തുടങ്ങി. മൈമൂന എന്ന പെണ്ണിനെ തെരഞ്ഞിങ്ങനെ നടക്കുകയാ. അവസാനം ജനങ്ങൾ കടന്നു വന്നിട്ട് റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് പറഞ്ഞു, റബീഅ, നിങ്ങൾ അന്വേഷിച്ചു തങ്ങള്, ഈ നാട്ടില് മൈമൂന എന്ന പേരുള്ള 3 പെണ്ണുങ്ങളുണ്ട് തങ്ങള്.
പാതിരാത്രി കടന്നു വന്നവര് ജനങ്ങൾ അവിടുന്ന് പറയുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന മൈമൂന അവരല്ല. കാരണം രണ്ടുപേര് മോശമായ പെണ്ണുങ്ങളാണ്, മോശമായ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളാ. നിങ്ങൾ അന്വേഷിക്കുന്ന മൈമൂന അവരാകാൻ സാധ്യതയില്ല. മൂന്നാമതൊരു പെണ്ണുണ്ട് തങ്ങള്, അവൾക്ക് അർഹതയില്ല തങ്ങള്, അവൾക്ക് യോഗ്യതയില്ല തങ്ങള്. പാതിരാത്രി ഞങ്ങളെ വീടിന്റെ ഉള്ളിൽ കിടന്നിറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് പാട്ട് പാടിക്കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്ന പെണ്ണാ. അവൾക്ക് പ്രാന്താ തങ്ങള്. റബീഅ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, ജനങ്ങള് അവിടുന്ന് ചോദിക്കുകയാണ്, ജനങ്ങള് മൂന്നാമത് പെണ്ണുണ്ടല്ലോ, മൂന്നാമത് നിങ്ങൾ പറഞ്ഞ പെണ്ണുണ്ടല്ലോ, അവൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോ പകല് മുഴുവൻ പർവ്വതത്തിന് മുകളിലാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടേക്കുള്ള വഴി ചോദിച്ചു. ജനങ്ങൾ വഴി കാണിച്ചു കൊടുത്തു. റബീഅ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് അങ്ങ് കടന്നു പോവുകയാ. മൈമൂന എന്ന മൂന്നാമത്തെ പെണ്ണുണ്ടല്ലോ, ജനങ്ങൾ മുഴുവനും പ്രാന്തി എന്ന് വിളിച്ച പെണ്ണുണ്ടല്ലോ, ആ പെണ്ണിനെ തെരഞ്ഞുകൊണ്ടതാ പർവ്വതത്തിന് മുകളിലേക്ക് ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? മൈമൂന എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, മൈമൂന എന്ന പേരുള്ള മിസ്റിൽ ജീവിക്കുന്ന ആ പെണ്ണുണ്ടല്ലോ, മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, ജനങ്ങൾ മുഴുവനും പ്രാന്തി എന്ന് വിളിച്ച ആ പെണ്ണ് പർവ്വതത്തിന്റെ മുകളിലേക്ക് റബീഅ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. റബീഅ റളിയല്ലാഹു തആല അൻഹു ആ മലയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി ചെന്ന് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, റബീഅ എന്ന് പറയുന്ന മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു ആ മലഞ്ചെരുവിന്റെ മുകളിലേക്ക് അങ്ങ് കയറി നോക്കുമ്പോൾ മൈമൂന എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, അവള് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ. മൈമൂന എന്ന പെണ്ണ് നിസ്കരിക്കുകയാ. അവിടുന്ന് നമസ്കാരം കഴിഞ്ഞപ്പോൾ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. മൈമൂന തിരിഞ്ഞു നിന്നിട്ട് വഅലൈക്കുമുസ്സലാം റബീഅ. ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായത്? മൈമൂന പറഞ്ഞു, എനിക്കറിയാ എന്നെ വിവാഹം കഴിക്കാൻ വന്നതല്ലേ, എന്നെ പെണ്ണ് കെട്ടാൻ വന്നതല്ലേ, എനിക്കറിയാം, എനിക്ക് പടച്ച റബ്ബ് കാണിച്ചു തന്നോ, അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് റബീഅ. എന്തെന്ന് ചോദിക്കുമ്പോൾ മൈമൂന എന്ന പെണ്ണ് പറഞ്ഞു, റബീഅ, നിങ്ങളെ നാവുണ്ടല്ലോ, നിങ്ങളെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒന്ന് ഓതിത്തരുമോ റബീഅ? റബീഅ റളിയല്ലാഹു തആല അൻഹു വിശുദ്ധ ഖുർആൻ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അവിടുന്ന് ഓതി കൊടുക്കുകയാ. സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. അവസാനം ഓതി ഇന്നലദീന
അൻഖാലം വജ്ഹീമാ. നാളെ നരകത്തിനെ പറ്റി പറയുന്ന, അള്ളാഹുവിന്റെ പരലോകത്ത് നരകത്തിനെ കൊണ്ടുവരുന്ന ആ നാരകീയമായ അദാബിന്റെ ഭീകരമായ ബീഭത്സമായ അവസ്ഥയെ കുറിച്ച് പറയുന്ന ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ മൈമൂന എന്ന പെണ്ണിങ്ങനെ കരയുകയാ. അവിടുന്ന് വല്ലാതെ പ്രയാസപ്പെട്ട് കരയുകയാണ് പ്രിയപ്പെട്ടവര്. അവസാനം മൈമൂന എന്ന പെണ്ണ് കരയുന്നത് കണ്ടപ്പോൾ റബിഅ റളിയല്ലാഹു തആല അൻഹു ഖുർആനിന്റെ ഊത്തങ്ങ് അവസാനിപ്പിക്കുകയാണ്. മൈമൂന പറഞ്ഞു, റബിഅ ഒന്നും കൂടെ ഓതുമോ റബിഅ? ആയത്തൊന്നും കൂടെ ഓതുമോ റബിഅ? റബിഅ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഓതിക്കൊടുത്തു, ഇന്നലദീനാ അൻഖാലം വജ്ഹീമാ. റബി അങ്ങ് ഓതി അങ്ങ് നിർത്തുകയാ. മൈമൂന എന്ന പെണ്ണുണ്ടല്ലോ, മറിഞ്ഞങ്ങ് വീണ് പോയി. പ്രിയപ്പെട്ടവര്, അടുത്തു ചെന്ന് തട്ടി നോക്കുമ്പോൾ മൈമൂന എഴുന്നേൽക്കുന്നില്ല. ഖുർആനിന്റെ ആയത്തിലൂടെ നാരകീയമായ ഭീകരമായ ബീഭത്സമായ ഭയാനകരമായ അള്ളാഹുവിന്റെ കത്തിക്കാളുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിനെ പറ്റി പറയുന്ന ആയത്ത് കേട്ടപ്പോ മൈമൂന എന്ന പെണ്ണ് നെഞ്ചു പൊട്ടിയിട്ടവിടുന്ന് മരണപ്പെട്ടു പോയെന്ന് ചരിത്രം പറയുമ്പോൾ ഈ പാതിരാത്രി കടന്നു വന്നവര് നാളെ അള്ളാഹുവിന്റെ പരലോകത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരുമല്ലോ. നമ്മുടെ അവസ്ഥ എന്താകോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാര്, അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മളെ മരണത്തിനെ കുറിച്ച് ഓർക്കണോ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ മരണത്തെ ഓർക്കണേ, അത് ജീവിതം നന്നാകാൻ ഒരു കാരണമാകൂ. പ്രിയപ്പെട്ടവര്, ഇന്ന് നമുക്ക് രോഗങ്ങളില്ല, നമുക്കല്ലാഹു ക്യാൻസർ തന്നിട്ടില്ല, നമുക്കല്ലാഹു ട്യൂമർ തന്നിട്ടില്ല, മാരകമായ രോഗങ്ങളൊന്നും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല. എൻ്റെ സഹോദരാ, ഒരു രോഗം വന്നാ നമുക്ക് നിസ്കരിക്കാൻ കഴിയോ? നമുക്ക് ഖുർആൻ ഓതാൻ കഴിയോ? അള്ളാന്റെ പള്ളിക്കകത്തേക്ക് നടന്നു പോകാൻ നമുക്ക് കഴിയോ? ഇല്ല, ഇല്ല. അതുകൊണ്ട് രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് അള്ളാഹുവിനെ കടുക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരുപാട് മഹാന്മാരുണ്ടായിരുന്നു. അവര് ദുനിയാവിനെ പ്രണയിച്ചവരല്ല, ദുനിയാവിനെ ഇഷ്ടപ്പെട്ടവരല്ല, അവര് ദുനിയാവിനോട് വിരക്തി തോന്നിയവരായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ, അദ്ദുനിയാ മസ്റഅത്തുൽ ലിൽ-ആഖിറ. ദുനിയാവ് കൃഷിയിടമാണ് ചെറുപ്പക്കാരാ, ദുനിയാവ് കൃഷിയിടമാണ് ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പരലോകമുണ്ടല്ലോ, നമ്മളൊക്കെ മരിക്കേണ്ടവരാണല്ലോ, ഖബറിലേക്ക് പോകേണ്ടവരാണല്ലോ. ആ ഖബറിൽ രക്ഷപ്പെടാനുള്ള കൃഷിയിടമാണ്, പരലോകത്ത് രക്ഷപ്പെടാനുള്ള കൃഷിയിടമാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, മസ്റഅത്തുൽ ലിൽ-ആഖിറ.
ദുനിയാവില് നല്ലത് ചെയ്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ടവര് ദുനിയാവ് നമ്മൾ ആഖിറത്തിലേക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് തരട്ടെ മുഅ്മിനെ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കുകയാണ്, അമൽ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ ലാ യൻജു അഹദുകും ബിഅമലിഹി, ഒരാളും തന്റെ അമലുകൾ കൊണ്ട് രക്ഷപ്പെടൂല സ്വഹാബ. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ഖാലൂ വലാ അൻത യാ റസൂലല്ലാഹ്, അങ്ങ് രക്ഷപ്പെടുമോ നബിയേ, അങ്ങ് രക്ഷപ്പെടുമോ നബിയേ എന്ന് സ്വഹാബത്ത് ചോദിച്ചപ്പോ പൊന്നാര നബി തങ്ങൾ അവിടുന്ന് പറഞ്ഞു, സ്വഹാബ വലാ അന ഇല്ലാ അയ്യതഗമ്മനി യദല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ അല്ലാഹുവിന്റെ ഫളൽ കൊണ്ടല്ലാതെ ഞാൻ പോലും രക്ഷപ്പെടൂല സ്വഹാബ എന്ന് നബി തങ്ങൾ അവിടുന്ന് പറയുമ്പോ അല്പം ബുദ്ധിശൂന്യരായ ഞാനും നിങ്ങളും മനസ്സുകൊണ്ട് ചിന്തിക്കണ്ട, റസൂലുള്ളാഹിന്റെ കാര്യം പോലും അവതാളത്തിലാണെന്ന് ചിന്തിക്കണ്ട. അങ്ങനെ ചിന്തിച്ചു പോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവലോകത്തിന് കരുണ ചെയ്യാനല്ലാതെ ലോകത്തിന് കരുണ ചെയ്യാനല്ലാതെ അങ്ങേ നാം പറഞ്ഞിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ അവിടുന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, അമല് കൊണ്ട് നമ്മൾ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉറപ്പുമില്ല. നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കാരം കഴിഞ്ഞ ഉടനെ ദുആ ചെയ്യാൻ പോലും നേരമില്ലാതെ ഇറങ്ങി ഓടുന്നവരാണ് നമ്മളിൽ പലരും. നമ്മൾ ഓരോ ലക്ഷ്യസ്ഥാനം മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. പള്ളിയിലേക്ക് വന്നാൽ പോലും ഇറങ്ങി ഓടണമെന്ന നിയ്യത്താണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് ജമാഅത്തിന് വന്നു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ നിൽക്കാതെ ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി അവിടുന്ന് ചോദിച്ചു, ചെറുപ്പക്കാരാ, നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാനൊന്നുമില്ലേ? എവിടേക്കാണ് ഇത്ര തിരക്ക് പിടിച്ച് ഓടുന്നതെന്ന് പുണ്യ നബി ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പ്രവാചകര്, ഞാൻ പാവപ്പെട്ടവനാ നബിയേ, ഞാൻ പാവപ്പെട്ടവനാ നബിയേ. ഇട്ടിരിക്കുന്ന വസ്ത്രം വീട്ടിൽ കൊണ്ടുപോയി അടിച്ചു കൊടുത്തിട്ട് വേണം എൻ്റെ ഭാര്യക്ക് നമസ്കരിക്കാൻ. ഞാൻ പാവപ്പെട്ടവനാണ് നബിയേ എന്ന് നബി തങ്ങളോട് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ പുണ്യ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് സമ്പത്ത് കിട്ടാനൊന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് സമ്പത്ത് കിട്ടാൻ ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ചെറുപ്പക്കാരാ, അത് വേണ്ട ചെറുപ്പക്കാരാ, അത് ദുനിയാവിന്റെ കാര്യത്തിൽ ആഗ്രഹം കൂടുതലാക്കി തരൂ, ആഖിറത്തെ മറന്നു പോകുമെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇല്ല നബിയേ, ഞാൻ അങ്ങയുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവനാണല്ലോ, ഞാൻ അങ്ങയെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണല്ലോ, ഞാൻ അങ്ങയെ ഫോളോ ചെയ്ത് നടക്കുന്നവനാണല്ലോ, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല നബിയെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ആ ചെറുപ്പക്കാരന് ആടുകളെ കൊടുക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, ആ ചെറുപ്പക്കാരന് ബറക്കത്ത് കിട്ടാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവസാനം എൻ്റെ പ്രിയമുള്ളവര്,
ഒരു മലഞ്ചെരുവോളം ആ ചെറുപ്പക്കാരൻ ആടുകളായി മാറി, ഒരുപാട് സമ്പത്തായി മാറി. പിന്നെ പള്ളിയിലേക്ക് വന്നിരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ അധികം ദിവസം വരാറില്ല. പള്ളിയുടെ മാടപ്രാവെന്ന് വിളിച്ചിരുന്ന, പള്ളിയുമായി അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ചെറുപ്പക്കാർ പിന്നെ പള്ളിയിലേക്ക് വരാൻ സമയം കാണുന്നില്ല. അങ്ങനെ പള്ളിയിലേക്ക് വരുന്നത് കാണാതായപ്പോൾ മുത്തുനബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, എപ്പോഴും പള്ളിയിൽ വന്നിരുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അയാൾക്ക് എന്തെങ്കിലും രോഗമാണോ? അയാളെ കാണുന്നില്ലല്ലോ. സ്വഹാബത്ത് പോയി അന്വേഷിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം തന്റെ കച്ചവടത്തിന്റെ തിരക്കിലായതുകൊണ്ട് വരാൻ സമയം പലപ്പോഴും കിട്ടാറില്ല. ആ രൂപത്തിലാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടല്ലേ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു, ഇന്ന ലികുല്ലി ഉമ്മത്തും ഫിത്ന, എന്റെ സമുദായത്തിനൊരു ഫിത്ന കടന്നു വരാനുണ്ട്. വഫിത്നതി ഉമ്മതി അൽമാ, അത് സമ്പത്താണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹലാലായ രൂപത്തിലൂടെ ചെലവഴിക്കുന്നവരുണ്ട്, ഹറാമായ രൂപത്തിലൂടെയും ചെലവഴിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി അല്ലാഹു നാളെ നമ്മളോട് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറഞ്ഞില്ലേ, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. പടച്ച റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ പറ്റി നാളെ പരലോകത്ത് വരുമ്പോ അതും അല്ലാഹു നമ്മളോട് ചോദിക്കുമല്ലോ. നമ്മൾ എന്താണ്, ഞാനും നിങ്ങളും എന്താണ് മറുപടി പറയുക? അതുകൊണ്ടാ പറഞ്ഞത്, മോമിനെ മോമിനത്ത്, നമ്മുടെ ഹൃദയത്തെ നമ്മളൊന്ന് നന്നാക്കിയെടുക്കണോ. ഹൃദയത്തിൽ വന്നുകൂടിയ മരിമസമായ ചിന്തകളെ വലിച്ചെറിയണോ. ദിക്റുൽ മൗതി വതിലാവത്തുൽ ഖുർആൻ, മരണത്തെ സദാ സമയവും നമ്മൾ ഓർക്കുക. ഇടക്കിടക്ക് ഖബർ സിയാറത്ത് ചെയ്യ പ്രിയപ്പെട്ടവര്. നമ്മളെ ബന്ധുക്കൾ, കുടുംബങ്ങൾ പലരും പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് പരിശുദ്ധ ഖുർആൻ എന്ന് ഓതിയിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുക. അങ്ങനെ ഖബറുകളൊക്കെ നമ്മൾ സന്ദർശിക്കുക. നമ്മളെ മരണത്തിനെ പറ്റി എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ഓർക്കുക. നമ്മളിൽ അധികം ആളുടെയും അവസ്ഥ എന്താ പ്രിയപ്പെട്ടവര്? നമ്മളെ മരണത്തിനെ കുറിച്ച് നമ്മളിൽ പലരും ചിന്തിക്കാറില്ല. ആരെങ്കിലും മരിച്ചു പോയാ പടച്ചവന് അവൻ മരിച്ചല്ലോ, അവൻ്റെ അവസ്ഥ എന്താണ്? നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ടവനായിരുന്നു, നല്ലൊരാളായിരുന്നു, പെട്ടെന്ന് പോയി പാവം എന്നൊക്കെ നമ്മൾ പറയും. എന്നാ ഇതുപോലൊരു ദിവസം സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കിടക്കുന്നൊരു ദിവസം വരാനുണ്ടല്ലോ. എൻ്റെ വീടിൻ്റെ അകത്ത് എൻ്റെ തലയിലേക്ക് കൊട്ടപ്പെട്ടു 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞിട്ട് കിടക്കുന്ന ഒരു രംഗം എനിക്ക് വരാനുണ്ടല്ലോ. ഇന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മൂക്കിൻ്റെ ദോരോ പഞ്ഞുകൊണ്ടടക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തു കട്ടിലു തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അങ്ങനത്തെ ഒരു രംഗം ഞാനും നിങ്ങളും തരണം ചെയ്യാനുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ രംഗത്തെ പറ്റി നമ്മളൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉസ്മാൻ തങ്ങൾ ആരായിരുന്നു? ഉസ്മാൻ തങ്ങൾ ചിന്തിച്ചത് ആ കാര്യമായിരുന്നു. ഖബർ കാണുമ്പോ അവിടുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുമായിരുന്നു ഉസ്മാൻ തങ്ങള്. നരകം പറയുമ്പോ കരഞ്ഞില്ല, സ്വർഗം പറയുമ്പോ ചിരിച്ചില്ല. പക്ഷേ ഖബർ കാണുമ്പോ ഇങ്ങനെ വല്ലാതെ പൊട്ടി കരയുമായിരുന്നു. അവിടുന്ന് ചോദിച്ചു, കൂട്ടുകാര് വന്ന് ചോദിച്ചു, ഉസ്മാൻ തങ്ങള്
എന്താ അങ്ങ് ഖബർ പറയുമ്പോ മാത്രം ഇങ്ങനെ കരയുന്നത്? നരകം പറയുമ്പോ ചിരിക്കുന്നു, കരയുന്നില്ല. സ്വർഗം പറയുമ്പോ പുഞ്ചിരി കാണുന്നില്ലല്ലോ. പക്ഷേ ഖബർ കാണുമ്പോ ഇങ്ങനെ വല്ലാതെ കരയുന്നുണ്ടല്ലോ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോട് ചോദിക്കപ്പെട്ട കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു, കൂട്ടുകാരാ, ഞാൻ ഈ ലോകത്തു നിന്ന് വിട പറയുന്ന സമയമുണ്ടല്ലോ, എന്നെ കൊണ്ടുപോയി വെക്കുന്നത് ആദ്യമായി നരകത്തിലേക്കല്ല, സ്വർഗത്തിലേക്കല്ല. എന്നാദ്യമായി കൊണ്ടുപോയി വെക്കുന്ന വീട് അത് ഖബറാ. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പാരത്രിക ലോകത്തേക്കുള്ള സഞ്ചാര വഴിയിൽ എൻ്റെ ആദ്യത്തെ ഭവനം ഖബറാ. ആ ഖബറിൽ ഞാനങ്ങ് രക്ഷപ്പെട്ടു പോയാലോ എനിക്കെൻ്റെ ആഖിറം മുഴുവനും രക്ഷയാ. ആ ഖബറിൽ ഞാനങ്ങ് പരാജയപ്പെട്ടു പോയാലോ എൻ്റെ ആഖിറം മുഴുവനും പരാജയത്തിലാ. അതുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മളെയും ഇതുപോലെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്നൊരു ദിവസം വരാനുണ്ട്. ആ ഖബറിൽ നമ്മൾ രക്ഷപ്പെടണ്ടേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ വഹദാ, ഞാൻ ഏകാന്തതയുടെ വീടാണ്, നീയാണെങ്കിൽ ഒറ്റക്ക് കിടന്ന ശീലവുമില്ല. അതുകൊണ്ട് ഒരു കൂട്ടുകാരനില്ലാതെ ഖബറിലേക്ക് വരരുതേ എന്ന് ഖബർ വിളിച്ചു പറയുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് ഖബർ? അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി കിടത്തി കഴിഞ്ഞാൽ പിന്നെ ദുനിയാവുമായി നമുക്കൊരു ബന്ധമില്ല. നമ്മൾ തനിച്ചാണ് പ്രിയപ്പെട്ടവര്. ഞാൻ എൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമുണ്ടല്ലോ, അവരുടെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു പോയപ്പോ എൻ്റെ പ്രിയപ്പെട്ടവര് ആ ഉമ്മയുടെയും ഉപ്പയുടെയും ഖബർ സിയാറത്തിന് വേണ്ടി കടന്നു ചെന്ന അവസ്ഥ, ഞാൻ കടന്നു ചെന്നപ്പോൾ 4 ചെറുപ്പക്കാര് ഖബറിന്റെ ചാരത്തിരുന്നിങ്ങനെ ഖുർആൻ ഓതുകയാണ്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവര് അവരുടെ വസ്ത്രം ഇങ്ങനെ നനഞ്ഞിട്ടുണ്ട്, അവരുടെ വസ്ത്രം നനഞ്ഞിട്ടുണ്ട്. മഴ പെയ്ത് നനഞ്ഞതല്ല, വിയർത്തിട്ട് നനഞ്ഞു പോയതാണ്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എപ്പോ വന്നതാ? അവര് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ രാവിലെ വന്നതാ ഉസ്താദ്. എന്താണ് സംഭവം എന്നറിയോ? ആ പ്രിയപ്പെട്ടവരുടെ ഉമ്മയുണ്ടല്ലോ, ഉമ്മാക്ക് പെട്ടെന്ന് രോഗം വന്നു. ഉമ്മയെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, രോഗം മൂർച്ഛിച്ച് വരികയാണ്. കാലിലാണെങ്കിൽ ഒരു മുറിവും കൂടിയുണ്ട്. ഷുഗർ കൂടിയിട്ടത് പഴുത്തിട്ട് മുറിവ് മാറാതെ വല്ലാതെ പ്രയാസത്തിനായി. അവസാന കാല് മുറിച്ചു മാറ്റി. ആ സമയത്താണ് പ്രിയപ്പെട്ടവർ, ഈ 4 മക്കളുടെയും പ്രിയപ്പെട്ട പിതാവ് ബാംഗ്ലൂരിലാണ് ബിസിനസ് നടത്തുകയാണ്. ആ പ്രിയപ്പെട്ട പിതാവ് നാട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മക്കള്, ഉമ്മാക്കൊരു കുറവും വരുത്തരുത്, ഉമ്മാനെ നല്ലതുപോലെ നോക്കണേ, ഉമ്മാക്ക് നിങ്ങളൊരു കുറവും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഉച്ച സമയത്ത് പ്രിയപ്പെട്ട വാപ്പ വിളിക്കുകയാണ്. 4 മക്കളാണെങ്കിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ടവര്, അവസാനം അതാ ഉമ്മായുടെ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു വന്നു. ഒരു വൈകുന്നേര സമയമായപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊരു കോള് വരികയാണ്. അവിടെയുള്ള KMCCയുടെ പ്രവർത്തകരാണ് വിളിക്കുന്നത്. റിയാസ്, നിങ്ങളെ ഉപ്പ മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വല്ലാത്ത സങ്കടകരമായ അവസ്ഥയായിരുന്നു.
നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മുടെ സദസ്സിലേക്ക് വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ദീർഘായുസ്സും അല്ലാഹു നൽകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കയറിയിരുന്ന ഈ സദസ്സ് ധന്യമാക്കി തരണമെന്ന് വളരെ വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. മദ്രസയിലെ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ സ്റ്റേജിലേക്ക് ഇരിക്കണമെന്ന് അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതും കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയുന്നതിലപ്പുറമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവര്. അങ്ങനെ അതാ പിറ്റേ ദിവസം ഉപ്പാന്റെ മയ്യത്ത് കൊണ്ട് വീട്ടിലേക്ക് വന്നു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി യാസീൻ ഓതുന്നു, ദുആ ചെയ്യുന്നു. ഉമ്മയാണെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യ ണ്ടല്ലോ, ഈ മക്കളുടെ ഉമ്മയുണ്ടല്ലോ, ഹോസ്പിറ്റലിലാണ്, അബോധാവസ്ഥയിലാണ്, കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യമല്ല. ഭാര്യക്ക് ഭർത്താവിനെ അവസാനമായൊന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആ മയ്യത്ത് കൊണ്ടുപോയി അടക്കം ചെയ്തു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ രോഗത്തിൽ ഒരു മാറ്റം കണ്ടപ്പോൾ വീട്ടിലേക്ക് ഡോക്ടർമാർ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവന്നു. സുബ്ഹാനല്ലാഹ്, എങ്ങനെയൊക്കെയോ അവർ ഉപ്പ മരണപ്പെട്ട കാര്യം പറഞ്ഞു. ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സംസാരിക്കാൻ കഴിയുന്നില്ല. വീണ്ടും അതാ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു വന്നു. വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ 14ാമത്തെ ദിവസം, ഉപ്പ മരണപ്പെട്ടു പോയ 14ാമത്തെ ദിവസം, പ്രിയപ്പെട്ട മാതാവ് ആ പ്രിയപ്പെട്ട ഉപ്പയുടെ 14ന്റെ വീട്ടിലിങ്ങനെ മൗലൂദ് നടക്കാണ്. ഉമ്മയില്ല, ഉമ്മ ഹോസ്പിറ്റലിലാണ്. മൗലൂദ് നടക്കുകയാണ്. മൗലൂദൊക്കെ കഴിഞ്ഞ് യാസീൻ ഓതുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് 2 മക്കള് വിളിച്ചിട്ട് പറയുകയാണ്, വീട്ടിലേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, അവിടെയുള്ള പരിപാടിയൊക്കെ പെട്ടെന്ന് അവസാനിപ്പിക്കണം, ഉമ്മാനെ കൊണ്ടുവരുന്നുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ ഉമ്മയും മരണപ്പെട്ടു പോയി. സുബ്ഹാനല്ലാഹ്. ഈ രണ്ട് മാതാപിതാക്കളുണ്ടല്ലോ, ഉപ്പയും ഉമ്മയും ഉണ്ടല്ലോ, ഇവരുടെ ഖബറിന്റെ ചാരത്താണ് 4 മക്കൾ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നത് കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇതുതന്നെയാണ്. മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പിൽ വന്നിങ്ങനെ ഖുർആൻ ഓതുമ്പോൾ, അവർ കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ദുആ രക്കുമ്പോൾ, അതുതന്നെയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 2 മരുന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. അത് നമ്മുടെ ജീവിതത്തിന്റെ മാറ്റത്തിന്റെ ഒരു വലിയ അനുഭവമാകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദിക്റുൽ മൗതി, സദാ സമയവും നമ്മൾ മരണത്തെ ഓർക്കുക. ഈ ലോകത്തുനിന്ന് വിട പറയാനുള്ള ഒരു അവസ്ഥ എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. 2 വതിലാവത്തുൽ ഖുർആൻ, ഒരു ദിവസം ഒരു പേജെങ്കിലും പ്രിയപ്പെട്ടവരെ ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബങ്ങൾ പലരും ഈ പള്ളിപ്പറമ്പിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു അവരുടെ ഖബർ ജീവിതമൊക്കെ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من